ലോണിന്റെ പണിയും ഇപ്പൊ ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. സാറേ ഒരു സെക്കൻഡ് സാറേ. ബാങ്ക് അടയ്ക്കാനുള്ള സമയമാണ്. അതെ, ബാങ്ക് അടക്കലൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷെ ലോൺ അടയ്ക്കുന്നത് ഞങ്ങളാണല്ലോ. സാറേ നിങ്ങൾ ഈ അദാലത്ത് നടത്തുന്നത് എന്തിനാണെന്ന് പറയണം. അത് ചോദിക്കാൻ താനാരാ? അല്ല സാറേ, നമുക്ക് ഒന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഒന്ന് ഇത് പറയണം സാർ. ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. സാർ ഇരിക്കണം. എനിക്കൊന്നും ഇത്രയും സമയം ഒരു ബോധമില്ലായിരുന്നോ? സമയമാകുമ്പോൾ കയറി വന്നോളൂ. അല്ല സാറേ, അദാലത്ത് നടത്തുന്നത് എന്തിനാണെന്ന് പറയണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടേ തിരിച്ചടയ്ക്കാത്ത ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതി കിടക്കുന്നത്. കോടതിയുടെ സമയം കളയാതിരിക്കാനും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാനോ അദാലത്ത് നടത്തുന്നത്. കോടതിക്ക് സമയ ലാഭം, ഇവർക്ക് ജോലി സുഖം. അങ്ങനെ വേണേലും പറയാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിഞ്ഞ 2011-12 വർഷങ്ങളിൽ അദാലത്ത് നടത്തി പിരിച്ചെടുത്തത് 1700 കോടി രൂപയാ. അത് കള്ളക്കണക്കാണ് സാറേ. കള്ളക്കണക്കോ? ഓ, എന്ന് എന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം. അത് തന്നെ 1700 കോടി രൂപയുടെ കൂടെ ഇയാൾ തന്നിട്ടുള്ള 2,25,000 രൂപ കൂട്ടിയിട്ടില്ല. അത് കൂട്ടണം. ആ കണക്കെവിടെ? കണക്കെവിടെ? ഇയാൾ കാശ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കണക്കിൽ വന്നിട്ടുണ്ടാവും. നീ ആ റെസീറ്റാൻ കൊടുക്കും സാറിന്, കാണട്ടെ. എടോ, ഇത് കാശ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയിൽ ഇത് വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ടാവും പറഞ്ഞാൽ പോരാ, പിന്നെ എന്തിനാണ് ഈ നോട്ടീസ് അയച്ചത്? ഏത് കളയല്ലേ സാർ? ഇത് വരും. അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വരണതെന്ന്. ഇത് ഇനിയും ഇതുപോലത്തെ ലെറ്ററുകൾ വരും. അതെന്തിനാണ് വരണത്? പൈസ അടച്ചു കഴിഞ്ഞല്ലോ സാറേ. നിങ്ങൾ ലോൺ അടച്ചു കഴിഞ്ഞെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, അതിനു വേണ്ടിയാണ് വന്നത്. അത് ഇവിടെ നിന്നല്ല തരേണ്ടത്, ഇങ്ങോട്ട് വരാനാ കോയ സാറ് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലോൺ സംബന്ധമായിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് സാറേ. കുറച്ച് പൈസ അടയ്ക്കും, പിന്നെ അടയ്ക്കില്ല, പിന്നെ അടയ്ക്കും, പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അടയ്ക്കും. അപ്പം അങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ കേസ് കോടതിയിലേക്ക് പോയോ? കോടതി പോയി. നോട്ടീസ് അയച്ചതിന്റെ കാശും കോടതി ഫീസും നിങ്ങളാണോ കൊടുത്തത്? അല്ല, ഞാനല്ല കൊടുത്തത്. അല്ല. അപ്പോൾ അത് ബാങ്കിൽ നിന്നാണ് കൊടുത്തത്. അപ്പോൾ ആ കാശ് ആരുടേതാ? ബാങ്കിൻ്റെത്. ആ കാശ് ബാങ്കിന് കിട്ടിയാലേ നിങ്ങൾക്ക് ബാധ്യത സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാശ് മുഴുവൻ നിങ്ങൾ അടച്ചാലേ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ഇത് അടച്ചു കഴിഞ്ഞാലും ബാധ്യത സർട്ടിഫിക്കറ്റ് തരാൻ എനിക്ക് കഴിയില്ല. ഇതൊരു കഷ്ടം. അപ്പൊ പിന്നെ അതെന്താ സാറേ തന്നാല്? അത് നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണോ ലോൺ എടുത്തിരിക്കുന്നത് അവിടുത്തെ മാനേജർക്ക് അപേക്ഷ കൊടുക്കണം. അയാൾക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ആ മാനേജർ റീജിയണൽ മാനേജറായി എനിക്ക് ഇങ്ങോട്ട് അയക്കും. അപ്പം ഞാനത് വിശദമായിട്ട് പരിശോധിക്കും. അതിനുശേഷമേ നമുക്കൊരു മറുപടി തരാൻ പറ്റും. ലോൺ തന്ന മാനേജർ ഇപ്പം അവിടെ ഇല്ല. എവിടെ പോയി? അയാൾ പെൻഷനായി പോയി. ഇപ്പം അങ്ങ് അബുദാബിയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കോയ സാറിനെ പോയി കണ്ട് അപേക്ഷ കൊടുക്ക്. എന്താണ് കോയ സാറാണ് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതിനെന്താ തെറ്റ്? ഇവിടെ വന്നോണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ സാറേ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ കോയ സാർ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതിനാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി അവിടെ ചെന്ന് കോയ സാറിന് നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക. അദ്ദേഹത്തിന് സമയം സൗകര്യം വെക്കുമ്പോൾ അത് എനിക്ക് ഇങ്ങോട്ട് അയക്കും. എനിക്ക് സമയം സൗകര്യം വെക്കുമ്പോൾ ഞാനത് തിരിച്ച് മറുപടി അയക്കും. അപ്പൊ അതുവരെ ഞങ്ങൾ ഈ നോട്ടീസും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ? നിങ്ങൾക്ക് കാശ് അടച്ചിട്ടങ്ങ് പോയാൽ മതി. ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യതയാ, വലിയ തലവേദനയാന്നേ. ബാധ്യത സർട്ടിഫിക്കറ്റ് എഴുതാൻ്റെ ബുദ്ധിമുട്ടൊന്നും സാറ് പറയണ്ട. ഞാനൊരു ഗവൺമെന്റ് സർവീസിലുള്ള ആൾ തന്നെയാണ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്നാ പിന്നെ ഇറങ്ങാം. ബാങ്ക് ടൈം കഴിഞ്ഞു. ഇരിക്കവിടെ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങള് അറിവില്ലാതെ ലോൺ എടുക്കും. അത് പറ്റുന്ന വിധത്തിൽ അടച്ചു തീർക്കുകയും ചെയ്യും. നിങ്ങൾ 1-2 തവണ മുടങ്ങിയായിരുന്നാൽ കൃത്യസമയത്തിന് ജപ്തി നോട്ടീസും പിന്നെ കോടതി നോട്ടീസും ഒക്കെ അയക്കുമല്ല. ഞാൻ അദാലത്തിൽ പൈസ അടച്ചെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ബാധ്യത സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വിട്ടുപോയി. അതെന്നെ ഓർമ്മിപ്പിച്ച് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ചുമതല അല്ലേ? അല്ല, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെയായിട്ട് വട്ടം ചുറ്റിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് സാറേ ഒരു പ്രയോജനം? എന്താണ് നേട്ടം? ഒരു സുഖം.